Write the next two line of the pattern above. Calculate the first and last term of the 20th line. ഇത് ഒരു അരിതമെറ്റിക് സീക്വൻസ് ആണ്. 4, 7, 10. ഇതിൻ്റെ അൽജിബ്ര ഫോം ആദ്യം കോമൺ ഡിഫറൻസ് കാണുക 3 എന്നതിന് ശേഷം ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ 3n+1 എന്ന് കിട്ടും. ഇതിൽ ഒന്നാമത്തെ ലൈനിൽ ഒരു നമ്പറുണ്ട്, രണ്ടാമത്തെ ലൈനിൽ 2 നമ്പർ, മൂന്നാമത്തെ ലൈനിൽ 3 നമ്പറുണ്ട്. എങ്കിൽ 20 ലൈൻ ആകുമ്പോൾ എത്ര നമ്പേഴ്സ്, എത്ര ടേംസുകളുണ്ട് എന്ന് നമുക്ക് കണ്ടെത്തണം. അതിന് ഉപയോഗിക്കേണ്ട ഫോം ഇതാണ്: n×n+1 ഡിവൈഡഡ് ബൈ 2. എന്നിൻ്റെ ഭാഗത്ത് ലാസ്റ്റ് 20×20ാമത്തെ ലൈൻ ആയതുകൊണ്ട് 20×21 ഡിവൈഡ് ബൈ 2 എന്ന് ചെയ്യുക. 20ഉം 2ഉം ഡിവൈഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. 10×21 എന്ന് പറയുന്നത് 210 ആയിരിക്കും. അടുത്തത് 210 ടേം ഉണ്ടാവും. ഇനി 20ാമത്തെ ലൈനിലെ ലാസ്റ്റ് ടേം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ അൽജിബ്ര ഫോമിൽ ഇട്ട് കൊടുക്കുക: 3n+1. എന്നിൻ്റെ ഭാഗത്ത് 210 ചേർത്ത് കൊടുക്കുക. അപ്പോൾ 3×210+1 = 631. അടുത്തത് 20ാമത്തെ ലൈനിലെ ഫസ്റ്റ് ടേം കാണാൻ പറയുകയാണ്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, തൊട്ട് മുകളിൽ 20ൻ്റെ തൊട്ട് മുകളിലെ 19ാമത്തെ ലൈനിലെ ലാസ്റ്റ് നമ്പർ കണ്ടെത്തുക. അതും ഇതേപോലെ ചെയ്യാൻ പറ്റും, ഈ ഫോം ഇട്ട് ചെയ്യാൻ പറ്റും. 19×20 ഡിവൈഡ് ബൈ 2. അപ്പോൾ 190ാമത്തെ ടേം ആയിരിക്കും 19ാമത്തെ ലൈനിലെ അവസാനത്തെ ടേം എന്ന് പറയുന്നത്. അത് ഈ അൽജിബ്ര ഫോം എഴുതുക: 3n+1 571 കിട്ടും. 19ാമത്തെ ലൈനിലെ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 571. 20ാമത്തെ ആദ്യത്തെ ടേം കാണാം, അതിൽ കൂടെ കോമൺ ഡിഫറൻസ് ആയ 3 ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ ഇങ്ങനെ വരും: 574.